നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ നൽകിയ ആളുകൾ, അപേക്ഷ നൽകിയിട്ടും ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ, അപേക്ഷ നൽകി കുറച്ചു കാലം കഴിഞ്ഞിട്ടും സബ്മിറ്റ് എന്ന് മാത്രം കാണിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ നൽകിയിട്ട് ഏകദേശം ഇപ്പോൾ 2-3 മാസത്തോളമായി ഏകദേശം 16 ലക്ഷത്തിലധികം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 10 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ബാക്കി ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് 2ാം ഗഡു വിതരണം ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ കൂടി വരുന്നതാണ്. എന്നാലിപ്പോൾ പെൻഷൻ മുടങ്ങി അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്താണ് ഒരുപാട് ആളുകൾ രേഖകൾ ഇനിയും ഹാജരാക്കാനുണ്ട്. ഇതിൽ സർക്കാർ പ്രധാനമായും പറഞ്ഞിരുന്നത് നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖ, അതായത് നമ്മുടെ SLC ബുക്ക്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ രേഖകളാണ് നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖ. എന്നാൽ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ വോട്ടർ ID കാർഡ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വോട്ടർ ID കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു രേഖയായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് രേഖയായിട്ട് ആരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ രേഖ കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു രേഖകൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ റേഷൻ കാർഡിന് പകരം മറ്റു ചില രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് ഫുള്ള് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ രേഖാമൂലം നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ തെറ്റായിട്ടാണ് രേഖകൾ അപ്ലോഡ് ചെയ്തത്. അതുതന്നെ മറ്റു ചില ആളുകൾ നമ്മൾ രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ കോപ്പി വെച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ആളുകളുണ്ട്. അതിൽ സീലോ മറ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമായി കാണുകയോ ചെയ്യാത്ത ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, നമുക്കറിയാം, ബാങ്കിൻ്റെ പാസ്ബുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെ ബാങ്കിൻ്റെ പേര്, അതുപോലെ തന്നെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്നും വ്യക്തമായി തെളിഞ്ഞ് കാണാറില്ല. അങ്ങനെയുള്ള ആളുകളെല്ലാം പ്രത്യേകം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രേഖകൾ കൊടുത്തത് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല. അതുകൊണ്ടാണ് ചില ആളുകളുടെ പെൻഷൻ ഇപ്പോഴും സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നത്, മറ്റു ചില ആളുടേത് റിജക്റ്റഡും കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും വാർഡ് മെമ്പർമാരുടെ സഹായത്തോടെ പഞ്ചായത്തിൽ അന്വേഷണം നടത്തി എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇനിയും അപ്ലോഡ് ചെയ്യണമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ പെൻഷൻ അപ്രൂവ് ചെയ്യുകയും പെൻഷൻ ID ലഭിക്കുകയും തുടർന്ന് പെൻഷൻ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് പെൻഷൻ ID ആയിട്ടുണ്ട്, അപ്രൂവൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ നോ എന്നും അതുപോലെ തന്നെ ലഭിച്ച ആളുകൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എങ്ങനെയായാലും വാട്സപ്പിൽ മെസ്സേജ് വന്ന ആളുകൾക്ക് പെൻഷൻ ലഭിക്കാത്തത് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തതിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ 14 അക്ക അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവുകയില്ല. അതിലെന്തെങ്കിലും തരത്തിലുള്ള അക്കങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതിന് പകരം മറ്റ് നമ്പറുകൾ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫ്രീസായി കിടക്കുന്ന അക്കൗണ്ട് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്ത് അപേക്ഷ കൊടുത്ത ആളുകളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആക്റ്റീവ് ആയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പണം അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. ഇങ്ങനെ അപ്രൂവൽ ആയ ആളുകൾ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ EKYC പൂർത്തിയാക്കുക. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ഒരു ഫോട്ടോ, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവയുമായി നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ EKYC പൂർത്തിയാക്കുകയും അതിലേക്കൊരു ചെറിയ സംഖ്യ, ഒരു 500 രൂപയെങ്കിലും ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകുകയും അടുത്ത മാസം മുതലുള്ള പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. ഇപ്പോൾ പെൻഷൻ സർക്കാർ അയച്ച ഒരുപാട് ആളുടെ പെൻഷൻ ഇപ്പോൾ തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ബാങ്കിൻ്റെ സെർവർ തകരാറ് മൂലം, അതുപോലെ തന്നെ ബാങ്കിലെ അക്കൗണ്ട് ഫ്രീസിങ് മൂലം, ഇങ്ങനെ പല കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പണം അക്കൗണ്ടിൽ വരാത്തത്. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. 2ാം ഗഡു വിതരണം ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.